നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപ സംരക്ഷണ നിയമം, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ്, അങ്ങനൊരു നിയമം നാട്ടിൽ നിലവിലുണ്ട്. ആ നിയമം പട്ടികജാതി പട്ടികവർഗക്കാരെ മറ്റാരും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാതിരിക്കാൻ, ആക്ഷേപിക്കാതിരിക്കാൻ, കൊച്ചാക്കാതിരിക്കാൻ, കൂത്തുവാക്ക് പറയാതിരിക്കാൻ ഒക്കെ വേണ്ടി അതിന് തടയിടാനായിട്ട് കൊണ്ടുവന്ന നിയമമാണ്. പക്ഷേ ഈ നിയമം പലപ്പോഴും ഒരു ആയുധമായിട്ട് പട്ടികജാതിക്കാർ ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ ജാതി പറയുന്ന ഒരു അധിക്ഷേപം എനിക്കത് അധിക്ഷേപമായിട്ട് തോന്നാറില്ല. ഇതിൻ്റെ ഉത്ഭവം നിങ്ങളൊന്ന് ആലോചിച്ചു. കേരളത്തിലെ പ്രബലമായ ഒരു പട്ടികജാതി വിഭാഗമാണ് പുലയർ. പുലയരുടെ അനിഷേധ്യ നേതാവായിരുന്നു ഒരു കാലത്ത് അയ്യങ്കാളി. അയ്യങ്കാളി ബോൾഡായിട്ട് രാജാവിൻ്റെ പേര് പറയുന്ന പോലെ അവിട്ടം തിരുനാൾ അയ്യങ്കാളി എന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്, മറ്റുള്ളവർ വിളിച്ചിരുന്നത്. പുലയർ രാജാക്കന്മാരായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പുലയനാർ കോട്ട എന്ന് പറയുന്നത്. പുലയ ജാതി ഒരു മോശം ജാതിയൊന്നുമല്ല, ഒരു ജാതിയും ഒരു മോശം ജാതിയല്ല. ആ ജാതിയുടെ പേര് വിളിച്ചാൽ ഐ എം എ പുലയ, സോ ബ്ലഡി വാട്ട് എന്ന് തിരിച്ച് പറയണ്ടേ. അങ്ങനത്തെ ആത്മവിശ്വാസം ഉണ്ടാക്കാനായിരുന്നു അയ്യങ്കാളിയും മറ്റും ശ്രമിച്ചിരുന്നത്. ആ ശ്രമവും പ്ലസ് മതപരിവർത്തന ശ്രമവും. അന്ന് ക്രിസ്ത്യാനികളാണ് തകൃതിയായിട്ട് അയ്യങ്കാളിയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ മതത്തിൽ ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അയ്യങ്കാളി ചേർന്നാൽ ആ സമുദായം മൊത്തം ക്രിസ്ത്യാനി ആയിക്കോളും. അപ്പോൾ ഈ തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ അയ്യങ്കാളി പറഞ്ഞു, എനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ല, ഞാൻ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ, അയ്യങ്കാളിയുടെ കൂടെ വിശാഖൻ തേവൻ, അദ്ദേഹം നക്ഷത്രമാണ് ഉപയോഗിച്ചത്, വിശാഖൻ തേവനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. തേവൻ ക്രിസ്ത്യാനി ആവാൻ സമ്മതിച്ചാൽ ഞാൻ ക്രിസ്ത്യാനി ആവാം, അതോടെ ഏകദേശം പുലയ സമുദായം മൊത്തം ക്രിസ്ത്യാനി ആയിക്കോളും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തേവനെ പറഞ്ഞ് മനസ്സിലാക്കും. തേവനുമായിട്ട് സംവാദം വെച്ചു. ചേർത്തല താലൂക്കിലായിരുന്നു സംവാദം. 3 ദിവസത്തെ സംവാദം, പന്തലൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ കൂടി. 2 ദിവസത്തെ സംവാദം കൊണ്ട് എങ്ങും എത്തിയില്ല. ഇവർക്ക് തേവനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. 3-ാം ദിവസം പാതിരിമാർ വന്നില്ല തേവനുമായിട്ട് സംവദിക്കാൻ. അവർ സ്ഥലം വിട്ടു. കാരണം തേവൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതാണ് അയ്യങ്കാളിയുടെയും വിശാഖൻ തേവൻ്റെയും ചരിത്രം. അപ്പോൾ അങ്ങനെ അസാമാന്യമായ ആത്മവിശ്വാസത്തോടു കൂടി കഴിഞ്ഞ ഒരു ജനതയായിരുന്നു പുലയർ. മറ്റുള്ള ജാതികളും അങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അന്യോന്യം അല്പസ്വല്പം ഒരസലും തട്ടലും മുട്ടലും ഒക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ ഇതിലും ഉണ്ടായിരുന്നു. ബട്ട് റോയലായിട്ട് ജീവിച്ചിരുന്നു. അയ്യങ്കാളിയെ പലപ്പോഴും മുന്നോക്കക്കാർ ഭയന്നിരുന്നു. കാരണം ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തല്ലും എന്ന മുദ്രാവാക്യം ആദ്യം വിളിപ്പിച്ചത് അയ്യങ്കാളിയാണ്. മനസ്സിലായി? കേരള സമൂഹത്തിൽ ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തല്ലും എന്നുള്ള ഭംഗിയുള്ളൊരു മുദ്രാവാക്യം അയ്യങ്കാളിയുടെ സംഭാവനയാണ്. അടിക്ക് അടി കൊടുക്കും. അപ്പോൾ പുലയ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയില്ല. അയ്യങ്കാളി പറഞ്ഞു, വേണ്ട, തൻ്റെ പറമ്പിൽ ഞങ്ങൾ കിളക്കുകയില്ല, തൻ്റെ പാടത്തും കിളയ്ക്കുകയില്ല, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. തോറ്റുപോയി അയ്യങ്കാളിയുടെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ വലിയ വീരശൂര ധീര പരാക്രമിയായിരുന്നു അയ്യങ്കാളി. എന്തുമായിക്കോട്ടെ, അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ മാറി സ്വാതന്ത്ര്യം കിട്ടി. പല വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാണ് ഈ നിയമം വരുന്നത്. ഈ നിയമം കുറേയൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഒരു സമുദായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ നിയമം ഉപയോഗിക്കുന്നു. ആ നിയമം പാർലമെൻറ്റ് ചർച്ച ചെയ്ത് പാസ്സാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ എന്നെപ്പോലുള്ളവർ എന്തഭിപ്രായം പറഞ്ഞാൽ എന്താ, നിയമം നടപ്പിലായല്ലോ. പക്ഷേ ഈ നിയമത്തിൻ്റെ ദുരുപയോഗത്തെ ചൊല്ലി പലപ്പോഴും പരാതികൾ വരുന്നു. നിയമം വളരെ കർശനമാണ്. പട്ടികജാതി പട്ടികവർഗത്തെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻസിൽ അവരുടെ പരാതി പുറത്ത് പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, റിമാൻഡ് ചെയ്യും. 15 ദിവസമെങ്കിലും ജയിലിൽ കിടന്നേ പറ്റുള്ളൂ. അതാണ് നിയമത്തിൻ്റെ കർശനമായ വ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ നിയമം ആളുകളെ ഭീഷണിപ്പെടുത്താനും പട്ടികജാതിക്കാർ ഉപയോഗിച്ചു തുടങ്ങി. അതൊരു നല്ല പ്രവണതയല്ലല്ലോ. നമ്മളുടെ കുന്നത്തുനാട് MLA ശ്രീനിജൻ, PV ശ്രീനിജൻ, അദ്ദേഹം ഇത് ആയുധമായിട്ട് പ്രയോഗിക്കുന്നു എന്ന് വ്യാപകമായ പരാതിയുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെയാണ് പലരും ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് A. ബദറുദ്ദീൻ്റെ മുമ്പിൽ വന്ന ഒരു കേസാണ്. ബദറുദ്ദീൻ്റെ മുമ്പിൽ വന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയാണ്
കഴിഞ്ഞ ഫെബ്രുവരി 13 അദ്ദേഹം വിധി പറഞ്ഞു. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശോഭനകുമാരി എന്നൊരു സ്ത്രീ, അവരുടെ ഭർത്താവ് 6 ലക്ഷം രൂപ എവിടെ നിന്നോ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. ഈ ലോണിന് ജാമ്യവസ്തുവായിട്ട് കൊടുത്തത് രമ എന്നൊരു സ്ത്രീയുടെ വസ്തുവാണ്. ഇവരൊക്കെ തമ്മിൽ ഫ്രണ്ട്സായ ഇപ്പോൾ അങ്ങനെ പലവിധ അടുപ്പങ്ങളുണ്ട്. ശോഭനകുമാരിയുടെ ഭർത്താവ് ഈ ലോൺ തിരിച്ചടയ്ക്കാതെ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലോൺ ഡിഫോൾട്ടായി. മെല്ലെ ബാങ്കുകാർ രമയുടെ ജാമ്യവസ്തു ജപ്തി ചെയ്തു. എന്ത് ചെയ്യും? 6 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല. അതിൻ്റെ പലിശയായി, കൂട്ടുപലിശയായി, അങ്ങനെ ആയിട്ട് 10-12 ലക്ഷം രൂപയൊക്കെ ആകുമല്ലോ. ബാങ്കുകാർ പറമ്പ് ജപ്തി ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ രമ ശോഭനകുമാരിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനാണ് എൻ്റെ വസ്തു ജാമ്യം നിന്നത്, അതുകൊണ്ട് നിങ്ങൾ കാശ് തിരിച്ചടയ്ക്കണം. ശോഭന പറഞ്ഞു, എൻ്റെ കാശില്ല. കാര്യം സത്യമാണ്, ഭർത്താവ് ലോൺ എടുത്തത് എനിക്കറിയാം, നിങ്ങളുടെ വസ്തു ജാമ്യം വെച്ചത് എനിക്കറിയാം, പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഈ കാശ് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 1-2 പറഞ്ഞ് വഴക്കായി, ബഹളമായി. പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഇവരെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ബാങ്ക് ജപ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി നടപടികളാണ്, പോലീസിന് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ശോഭനകുമാരിയുടെ പേരിൽ കേസെടുക്കാനും പറ്റില്ല, കാരണം അവരുടെ ഭർത്താവാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഭർത്താവ് ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ പിടിച്ച് ലോക്കപ്പിലിടാൻ പറ്റുമോ? ഭാര്യയുടെ പേരിൽ എന്ത് കേസെടുക്കാൻ പറ്റും? ഒരു കേസും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോവുക. കോടതിയിൽ ഇയാളുടെ ഭർത്താവിന് ലോൺ അടച്ചില്ലെങ്കിൽ ഇയാൾക്കും ചുമതലയുണ്ടെന്നും അതുകൊണ്ട് ഇയാളിൽ നിന്ന് ഇത് ഈടാക്കണമെന്നും ഇയാൾക്ക് എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അത് വിറ്റിട്ട് എൻ്റെ കാശ് തിരിച്ചു തരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സിവിൽ കോടതികളിൽ പോകാമെന്നുള്ളതല്ലാതെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല, അവിടെ തുടങ്ങുകയായിരുന്നു പ്രശ്നം. രമ ഒരു പരാതി കൊടുത്തു പോലീസിന്. ആ പരാതിയിൽ രമ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ശോഭനകുമാരി പറഞ്ഞു, കണ്ട പുലക്കള്ളികൾ കള്ളക്കേസും കൊടുത്ത് വന്നേക്കുകയാണ് കാശ് പറ്റിച്ച് മേടിക്കാൻ. ഇങ്ങനെ ശോഭനകുമാരി രമയെപ്പറ്റി പറഞ്ഞു. രമ ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, ശോഭനകുമാരി ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല താൻ. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ഒരാൾ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ജാതി പറഞ്ഞാൽ അത് അധിക്ഷേപമല്ല നിയമം അനുസരിച്ച്. ഒരു പുലയൻ മറ്റൊരു പുലയനെ പുലയാ എന്ന് വിളിച്ചാൽ അത് അധിക്ഷേപമല്ല. പക്ഷേ ഒരു നമ്പൂതിരിയോ നായരോ പുലയനെ പുലയൻ എന്ന് വിളിച്ചാൽ അത് അധിക്ഷേപമാണ്, അഥവാ ആണെന്ന് വ്യാഖ്യാനിക്കാം. കേസ് ചിലപ്പോൾ കോടതിയിൽ പോയി വിസ്തരിച്ച് കഴിയുമ്പോൾ കുറ്റമില്ല എന്നൊക്കെ പറയുമായിരിക്കും. പുലയനെന്ന് വിളിച്ചല്ലേ ഉള്ളൂ, അധിക്ഷേപമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തർക്കം ഉണ്ടാവുമല്ലോ കോടതിയിൽ. അതെങ്ങനെയോ ആവട്ടെ, ഇങ്ങനെയാണ് നിയമം, അങ്ങനെയാണ്. അതേ ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ അതിലും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ നിങ്ങളെ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമില്ല. മേൽജാതിക്കാർ എന്ന് പൊതുവെ ധരിച്ചു വരുന്ന ആൾക്കാർ പറഞ്ഞാൽ മാത്രമാണ് കുറ്റം. അപ്പോൾ ശോഭനകുമാരി ഇങ്ങനെ പറഞ്ഞു, കണ്ട പുലക്കള്ളികൾ കള്ളക്കേസും കൊടുത്ത് വന്നേക്കുകയാണ് കാശ് പറ്റിച്ച് മേടിക്കാൻ. ഇത് പറഞ്ഞ് രമ പരാതി കൊടുത്തു. പരാതിയുടെ പേരിൽ നടപടിയുണ്ടായി. അപ്പോൾ DYSP ആരോ അന്വേഷിച്ച് അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരോട് അവരോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. ഇവർ വന്നിരുന്നു, കുറച്ച് നേരം വാക്കുതർക്കമൊക്കെ ഉണ്ടായി. ഞങ്ങൾ സമാധാനിപ്പിച്ച് വിട്ടു. കാരണം സിവിൽ കേസാണ്, ബാങ്ക് ഇടപെട്ടതാണ്, ബാങ്ക് ജപ്തിയാണ്, പോലീസിനൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയി നോക്കുക, വക്കീലന്മാരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അവരവരുടെ പാട്ടിന് പോവുകയും ചെയ്തു. അല്ലാതെ അവരിവരെയോ ചീത്ത പറയുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലീസുകാർ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമയുടെ ധാരണ ഇങ്ങനെ ഒരു കേസ് ശോഭനകുമാരിക്കെതിരെ കൊടുത്താൽ ശോഭനകുമാരി അറസ്റ്റിലാകുകയും റിമാൻഡിലാകുകയും ആ കൂടെ പ്രശ്നമാകുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ ശോഭനകുമാരിയെ രക്ഷിക്കാൻ ആരെങ്കിലും വരും. ശോഭനകുമാരിയെ രക്ഷിക്കണമെങ്കിൽ രമ കൊടുത്ത പരാതി പിൻവലിക്കണം. അപ്പോൾ രമ പറയും, എൻ്റെ പറമ്പ് ബാങ്കിൽ നിന്ന് എടുത്തതാ, തിരിച്ചതാ, എന്നാൽ ഞാൻ പരാതി പിൻവലിക്കാമെന്ന് പറയും. അപ്പോൾ ആരെങ്കിലും കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പറമ്പ് തിരിച്ചെടുത്ത് കൊടുക്കും, രമ പരാതി പിൻവലിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കണം രമയുടെ മനസ്സിൽ. എന്തുമായിക്കോട്ടെ, രമ ഇതൊരു ആയുധമായിട്ട് പ്രയോഗിച്ചു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇതിൽ കഥയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
പോലീസ് ഈ സാധനം എഴുതി തള്ളി. അപ്പോൾ രമ വിട്ടില്ല. രമ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ആകെ ശ്വാസം മുട്ടിച്ചു. അപ്പോൾ പിന്നെ DGP പറഞ്ഞു, ഇത് വീണ്ടും ഒന്ന് അന്വേഷിക്കുക, എന്താ ഇത്, അവരിതാ പിന്നെയും പരാതി തന്നിരിക്കുന്നു, നിങ്ങളുടെ അന്വേഷണം ശരിയല്ല, നിങ്ങൾ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ശരി, വീണ്ടും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ രമ കുറച്ച് സാക്ഷികളെയൊക്കെ പറഞ്ഞു, ഇവരൊക്കെ കേട്ടതാണെന്നൊക്കെ പറഞ്ഞു. അവരുടെ സാക്ഷിമൊഴിയൊക്കെ എടുത്തു. എന്നിട്ട് ശോഭനകുമാരി പ്രഥമ ദൃഷ്ട്യ ഇങ്ങനൊരു പുലക്കള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്തി ശോഭനകുമാരിയുടെ പേരിൽ കേസും ചാർജ് ചെയ്തു. ശോഭനകുമാരി ഓടി മുൻകൂർ ജാമ്യത്തിനായിട്ട് ഇവിടെ വന്നു, ഹൈക്കോടതിയിൽ വന്നു. ആദ്യം അവർ സെഷൻസ് കോടതിയിൽ പോയി, സെഷൻസ് കേസൊക്കെ ആയി, ചാർജ് ഷീറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതിയിൽ വരുന്നത്. ഹൈക്കോടതി ഇതിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചിട്ട് ഹൈക്കോടതി ഒരു നിഗമനത്തിൽ എത്തുന്നു. കാരണം 2 അന്വേഷണം നടന്നതാണല്ലോ. 2 അന്വേഷണം നടന്ന സ്ഥിതിക്ക് 2ൻ്റെയും സത്യാവസ്ഥ, കംപ്ലീറ്റ് കേസ് ഡയറി, സാക്ഷിമൊഴി, ഇതെല്ലാം ഹൈക്കോടതി വിളിച്ചു വരുത്തിയിട്ട് റെക്കോർഡ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഹൈക്കോടതി പറഞ്ഞു, ഈ 2ാമത്തെ അന്വേഷണം മുകളിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ്. ഈ സാക്ഷികളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം പോലീസ് സ്റ്റേഷനിലെ അപ്പോൾ പ്രസൻ്റായ ആൾക്കാർ മാത്രമായിരുന്നു. പിന്നീടുള്ള സാക്ഷികളെല്ലാം തന്നെ ഈ രമയുടെ ബന്ധുക്കളാണ്. ഞാനവിടെ വന്നിരുന്നു, വേറൊരു കാര്യത്തിന് യാദൃച്ഛികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു, ഞാനവിടെ മുറ്റത്ത് നിന്നിരുന്നു, മറ്റേ ആളിൻ്റെ കൂടെ വന്നതാണ്, അപ്പോൾ ശോഭനകുമാരി പറയുന്നത് വ്യക്തമായിട്ട് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞുള്ള ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് പറയും. അതായത് എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ 3-4 സാക്ഷികളെ കൊണ്ടുവരിക. ഞാൻ പറയുന്ന കാര്യം തത്ത പോലെ അവർ പറഞ്ഞോളും. നീ അവിടെ നിന്ന് കേട്ടു എന്ന് പറയണം, നീ ഇവിടെ നിന്ന് കേട്ടു എന്ന് പറയണം. അപ്പോൾ നീ എന്തിനവിടെ വന്നു എന്ന് ചോദിക്കുക. അപ്പോൾ നീ പറയുക, എൻ്റെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു, സ്കൂട്ടർ കാണാതെ പോയി, അതിൻ്റെ പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നിട്ട് ആ പരാതി കൊടുത്തില്ലേ? അത് കൊടുത്തില്ല, കാരണം ഈ ബഹളത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഞാൻ ആ പരാതി കൊടുത്തില്ല. ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ട്യൂട്ടർ ചെയ്ത് പറഞ്ഞ് റെഡിയാക്കും. അതിനാണ് ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്, ട്യൂട്ടേർഡ് വിറ്റ്നസ് എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് ഈ സാക്ഷിമൊഴികൾ. സത്യസന്ധമായിട്ട് ഇതിൽ സാക്ഷി പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലത്ത് അപ്പോൾ ഉണ്ടായിരുന്ന പോലീസുകാർ മാത്രമാണ്. പോലീസ് സ്റ്റേഷനിൽ അവർ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആൾക്കാരാരുമില്ല. പിന്നെ വേറെ ആരെങ്കിലും ആ സമയത്ത് കയറി വന്നാലേ ഉള്ളൂ. അപ്പോൾ കയറി വന്നു എന്നൊക്കെ പറഞ്ഞ വാസ്തവത്തിൽ അയാൾ വന്നിരുന്നില്ല. ഈ കാര്യം ഇത്ര ഡീറ്റെയിലായിട്ട് കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു ശരിയായ പരാതി അല്ല. ഇത് ഈ പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപ നിരോധന നിയമം, അതിൻ്റെ ദുരുപയോഗമാണ് ഈ നടന്നിരിക്കുന്നത്. എന്നിട്ട് ശോഭനകുമാരിക്ക് മുൻകൂർ ജാമ്യവും കൊടുത്തു. എന്നിട്ട് കോടതി പറഞ്ഞു, ബിഫോർ കൺക്ലൂഷൻ ഓഫ് ദിസ് ഡിസ്കഷൻ ഇറ്റ് ഈസ് ഫെലിസിറ്റസ് ടു അഡ്രസ് ദ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ് ബിഹൈൻഡ് SC/ST POA ആക്ട്. എന്തിന് പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കി എന്ന് കോടതി പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഈ കേസിൽ എന്ന് കോടതിക്ക് തോന്നി. അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറയും. പാർലമെൻറ്റിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ? ഒരു ആക്ടിന് ഓബ്ജക്ട്സ് ആൻഡ് റീസൺസ് എന്ന് പറയും. ആ ആക്ട് കൊണ്ട് സാധിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ആ ആക്റ്റിൽ പറയും. അപ്പോൾ എന്തിനു വേണ്ടി ഈ നിയമം ഉണ്ടാക്കി? അൺഡിനയബിളി the intention is to protect the interest of members of scheduled caste and scheduled tribe communities. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നുള്ളത്. അവിതർക്കിതമാണ്, സംശയമില്ല അക്കാര്യത്തിൽ. നോ ഡൗട്ട് അട്രോസിറ്റീസ് അഗൻസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസ് ആർ നോട്ട് അൺകോമൺ. അവരുടെ നേർക്ക്, ഈ പറഞ്ഞ ജാതി വിഭാഗങ്ങളുടെ നേർക്ക് ഉള്ള അധിക്ഷേപം, അവഗണന, പുച്ഛം, പരിഹാസം, ഇതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അവിതർക്കിതമാണ്. അതിലും കോടതിക്ക് സംശയമില്ല. ഇതൊരു പ്രോഗ്രസീവ് ലെജിസ്ലേഷനാണ്. ഇത് ഒരു പുരോഗമനപരമായ നിയമമാണ്, അതും കോടതി സമ്മതിക്കുന്നു. Therefore, genuine cases would require strict action as per law.
ജെന്യുവിനായിട്ടുള്ള കേസിൽ വളരെ സ്ട്രിക്റ്റായ ആക്ഷൻ എടുക്കേണ്ടതാണ് ഈ നിയമത്തിലൂടെ. അറ്റ് ദ സെയിം ടൈം, അതേസമയം മിസ്യൂസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് SC/ST/PO ആക്ട് by litigants having evil or wicked thoughts or being spiteful is the menace now one could notice from various angles. അതേസമയം ഈ ആക്ടിൻ്റെ വിവിധ വകുപ്പുകളുടെ ദുരുപയോഗം, വിക്കഡ് ആൻഡ് വെഞ്ച്ഫുൾ മൈൻഡ്സ്, ഈ ക്രുക്കഡ് ചിന്താഗതിയുള്ളവർ, കള്ളത്തരം മനസ്സിലുള്ളവർ, മറ്റൊരാളിനെ കുടുക്കണം എന്ന് തോന്നുന്നവർ, അവർക്ക് ഇതിൻ്റെ വകുപ്പുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു. പല രീതിയിൽ നോക്കുമ്പോൾ, ഫ്രം വേരിയസ് ആംഗിൾസ് നോക്കുമ്പോൾ, കള്ളസാക്ഷി പറയുക, ഒരു കള്ളക്കേസ് കെട്ടിപ്പൊക്കുക, അതിന് പറ്റിയ സാഹചര്യം സൃഷ്ടിക്കുക, അത് വെച്ചിട്ട് മറ്റേ ആളിനെ അറസ്റ്റ് ചെയ്യിക്കുക, അറസ്റ്റിലൂടെ മറ്റേ ആളിന് ആകെ കൂടെ കുഴപ്പത്തിലാകുമ്പോൾ തൻ്റെ കാര്യം അതിലൂടെ നേടിയെടുക്കുക, ഒരുതരം ബ്ലാക്ക് മെയിലിന് വേണ്ടി ഉപയോഗിക്കുക. ഈ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. രമയ്ക്ക് സിവിൽ കോടതി വഴിക്ക് പോയി എന്തെങ്കിലും റിലീഫ് കിട്ടുകയുള്ളൂ. അത് കിട്ടാൻ ചിലപ്പോൾ താമസിക്കും, 10-25 പോലെ എടുക്കും സിവിൽ കോടതി വഴി കേസ് നടത്താൻ. അപ്പോൾ രമ കണ്ട എളുപ്പ വഴി എന്താ? ഈ ഒരു ആയുധം പ്രയോഗിക്കുക. ഇതിൽ ശോഭനകുമാരി പരിഭ്രമിച്ചു പോകും. ജയിലിലായി കഴിയുമ്പോൾ അയ്യോ ഓടി വരണം, ആരെങ്കിലുമൊക്കെ ഓടി വരും. 6 ലക്ഷം രൂപയാണില്ല, ശരി നമ്മൾ കുറേശ്ശൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആളിനെ ജയിലിൽ നിറക്കാമെന്ന് പറയും. 6 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും, കേസ് പിൻവലിക്കും, കക്ഷി ജയിലിൽ നിന്ന് ഇറങ്ങും. ഇതൊരു നല്ല കാര്യമല്ല എന്ന് കോടതി പറയുന്നു. ഈ രീതിയിൽ പണം ഈടാക്കുന്നത് ശരിയല്ല. To give a false implication of poor person within the sphere of SC/ST/POA Act offence with intention to pressurize them with the threat of arrest, detention and also harsh punishment to settle score or to compel them to heed for the illegal and illogical demands of the complainant is a tragic aftermath. ഇതിൻ്റെ ഒരു ട്രാജഡിയാണ് കോടതി പറയുന്നത്. നിങ്ങൾ ഈ നിയമം ഉപയോഗിച്ച് നിഷ്കളങ്കരായ ആളുകളെ ട്രാപ്പ് ചെയ്ത് നിങ്ങളുടെ ഒരുപക്ഷേ ലീഗലോ അല്ലെങ്കിൽ ഇല്ലീഗലോ ആയ ഡിമാൻഡ്സ് അവരിൽ നിന്ന് സാധിച്ചെടുക്കാൻ ബ്ലാക്ക് മെയിലിംഗ് ടൂളായിട്ട് ഈ ആക്റ്റിനെ ഉപയോഗിക്കുന്നു. ഈ ആക്റ്റ്, ഇതിൻ്റെ പ്രൊവിഷൻസ്, ഇതിൻ്റെ സെക്ഷൻസ്, അവിടുത്തെ പോലീസ്, നിങ്ങളുണ്ടാക്കുന്ന കള്ളസാക്ഷികൾ, ഇവരെല്ലാം ചേർന്ന് ഒരു പാവത്തെ കുടുക്കി അയാളുടെ നിന്ന് നിയമപരമായിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് ഈടാക്കുന്നു. നിയമപരമായിരിക്കാം, ഒരുപക്ഷെ കാശ് നിങ്ങൾക്ക് കിട്ടാനുള്ളതായിരിക്കാം, പക്ഷേ ഈടാക്കാനുള്ള വഴി ഇതല്ല. ഈടാക്കാനുള്ള വഴി സിവിൽ കോടതിയാണ്. അതല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഈ നിയമം ഉപയോഗിക്കുന്നത് ദുരന്തമാണ്. ഇറ്റ്സ് എ ട്രാജിക് ആഫ്റ്റർമാത്ത്. ദെയർഫോർ ദ മിസ്യൂസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓൾസോ ടു ബി ടേക്കൺ നോട്ട് ഓഫ്. അതിനാൽ ദുരുപയോഗവും കോടതി തടയേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. സോ വൈൽ ഡീലിംഗ് വിത്ത് കേസസ് അണ്ടർ ദിസ് ആക്ട്, ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ആൻഡ് ദ കോർട്സ് ഹാവ് എ വെരി vital role to dissect truth from false and to check fallacy of the allegations. അതിനാൽ കീഴ്ക്കോടതികളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ പരാതി കള്ളമാണോ എന്ന് പ്രഥമ ദൃഷ്ട്യാ പരിശോധിക്കേണ്ടതാണ്. ഇത് പോലീസ് പരിശോധിച്ചതാണ്, കള്ളമാണ് കണ്ടെത്തിയതാണ്, ഒരിക്കൽ റിപ്പോർട്ട് കൊടുത്ത് ക്ലോസ് ചെയ്തതാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി പോയി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് എന്തൊന്നാടും ഇത് തലവേദന, രണ്ടാമത് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് അന്വേഷിച്ച് ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് പോലീസുകാരൻ്റെ നിസ്സഹായാവസ്ഥ. അതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ആൻഡ് ദ കോർട്സ് ഹാവ് എ വെരി വൈറ്റൽ റോൾ ടു ഡിസെക്ട് ട്രൂത്ത് ഫ്രം ഫാൾസ് എന്ന് കോടതി പറയുന്നു. ഈ അലമ്പായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് സത്യം വേർതിരിച്ചെടുക്കേണ്ട ജോലി പോലീസിനും കീഴ്ക്കോടതികൾക്കുമുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. വെൻ നോട്ട് അക്കംപ്ലിഷിംഗ് ദ എയിം ബൈ ലോഡ്ജിംഗ് കംപ്ലയിൻറ്റ്സ് ഇൻ റിലേഷൻ ടു സം ക്ലെയിംസ് ബിഫോർ ദ പോലീസ് ഓർ ഓൺ ഗെറ്റിംഗ് നെഗറ്റീവ് റിസൾട്ട്സ് ഇൻ ലിറ്റിഗേഷൻ, വെൻ അതർ പെൻഡിംഗ് ലിറ്റിഗേഷൻസ് ഇൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ബിഫോർ റേസിംഗ് ദ അലിഗേഷൻസ് ആസ് ടു ദ കമ്മീഷൻസ് by one among the parties in rivalry, the same is a strong reason to see the falsity of allegations. ഇപ്പോൾ ഒരാൾ പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപ നിയമപ്രകാരം കേസെടുക്കണം, എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ വരുമ്പോൾ
ഇതാരുടെ പേരിലാണ്, ഇവർ തമ്മിൽ വേറെ വല്ല വഴക്കമുണ്ടോ എന്ന് നോക്കണം. കാരണം ആ വഴക്കുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികാരം തീർക്കാനായിരിക്കും ഈ പരാതി. അത് പ്രഥമ ദൃഷ്ട്യാ ഈ പരാതി കള്ളമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കള്ളമാണെന്ന് തീർച്ചയാക്കാൻ പറ്റില്ല, കള്ളമാവാം എന്ന് തോന്നേണ്ട ഘട്ടമാണത്. ഞാനും വേറൊരാളും തമ്മിൽ വഴക്കുണ്ടായി, നിന്നെ ഞാൻ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുക. അപ്പോൾ പോലീസുകാർക്കറിയാം മോഹൻദാസും മറ്റേയാളും തമ്മിൽ നേരത്തെ ഒരു അടി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ കേസ് വന്നിരിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കണം. ചിലപ്പോൾ അത് യഥാർത്ഥ കേസായിരിക്കാം, പക്ഷേ പലപ്പോഴും ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കേസുമായിരിക്കാം. വൺസ് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് വിത്ത് ഇറ്റ്സ് എസ്റ്ററിയർ ഇവൻറ്റ്സ് പോസ്റ്റുലേറ്റ് ഫോൾസ് ഇംപ്ലിക്കേഷൻ, എ കോർട്ട് എക്സർസൈസിങ് പവർ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ഡു ദ സെയിം. അപ്പോൾ ഈ കാര്യത്തിൽ ശോഭനകുമാരിയുടെ കേസ് കോടതി ക്വാഷ് ചെയ്യുകയാണ്. മുൻകൂർ ജാമ്യമല്ല, ക്വാഷ് തന്നെ ചെയ്യുന്നു. കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇത് കള്ളക്കേസാണ് എന്ന് ബോധ്യം വന്നതിനാൽ, സകല റെക്കോർഡും കണ്ട് പരിശോധിച്ച് ബോധ്യം വന്നതിനാൽ ഇത് കള്ളക്കേസാണെന്ന് കണ്ടിട്ട് കോടതി കേസ് തന്നെ റദ്ദാക്കുന്നു. വൈൽ രജിസ്റ്ററിങ് ക്രൈംസ് ഇൻ ദ സെറ്റ് സർക്കംസ്റ്റാൻസസ്, the investigating officers also must apply their mind to avoid false implication of innocent victims in serious offenses. ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള കുറ്റം ചുമത്തുന്നതിന് മുമ്പ് പോലീസ് 2 തവണയെങ്കിലും ആലോചിക്കണം, ഇതൊക്കെ സത്യമാണോ. കാരണം ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നവരുടെ ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ശോഭനകുമാരി ശരിയാണ്, അവരുടെ മരിച്ചുപോയ ഭർത്താവ് 6 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല. രമയുടെ വസ്തു തന്നെയാണ് ജാമ്യത്തിൽ വെച്ചത്. ഇതെല്ലാം ശോഭനകുമാരി സമ്മതിക്കുന്നുണ്ട്. ആ സ്ത്രീ നിസ്സഹായയാണ്, അവരെന്ത് ചെയ്യും? അപ്പോൾ ഇത് പോലീസ് മനസ്സിലാക്കേണ്ടതല്ലേ. രമയുടെ അവസ്ഥയും കഷ്ടമാണ് അവരുടെ. അവർ ഒരു ഉത്തമ വിശ്വാസത്തിൽ ശരി എന്ന് പറഞ്ഞിട്ട് ശോഭനകുമാരിയുടെ ഭർത്താവ് ലോൺ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് വസ്തുവൊന്നുമില്ല, നിങ്ങളുടെ വസ്തു ഒന്ന് ജാമ്യം വയ്ക്കും, പിന്നെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യം നിർത്തിയതാണ്. രമയുടെ വസ്തു പോയ സങ്കടം. ശോഭനകുമാരിക്ക് അവരുടെ ഭർത്താവും മരിച്ചു, ചീത്തപ്പേരുമായി, ഇപ്പോൾ 6 ലക്ഷം രൂപ കൊടുക്കാനുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ശോഭനകുമാരിയുടെ പുറത്ത് അടുത്ത കേസായിട്ട് രമ ഇത് കൊണ്ടുവരുന്നു. രമ ഇതിൻ്റെ പിന്നാലെ കുറച്ച് നടന്ന് നോക്കി, പിന്നെ കിട്ടിയില്ല എന്നായി കഴിഞ്ഞപ്പോഴാണ് ഈ ആയുധം പ്രയോഗിക്കുന്നത്. ബട്ട് അപ്പോൾ പോലും കോടതി പറയുന്നു, പോലീസ് ഇതിൻ്റെ മുഴുവൻ ചിത്രം മനസ്സിലാക്കിയിട്ട് വേണം കേസ് രജിസ്റ്റർ ചെയ്യാൻ. കീപ്പിംഗ് ദീസ് ആസ്പെക്ട്സ് ഇൻ മൈൻഡ്, scanning the case in toto, it could be gathered that the initial report filed is substantiated by materials and no new materials collected during further investigation. കോടതി പറയുന്നു, മൊത്തം കേസ് പരിശോധിച്ചതിൽ നിന്ന് ഒരു കാര്യം കോടതിക്ക് മനസ്സിലായി. ആദ്യം പോലീസ് കൊടുത്ത ക്ലോഷർ റിപ്പോർട്ട് അത് സത്യസന്ധമായിരുന്നു. ഇങ്ങനൊരു കേസില്ല, ഇങ്ങനൊരു ചീത്ത പറച്ചിലോ അധിക്ഷേപമോ ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാവാൻ കാരണം ഈ 6 ലക്ഷം രൂപ ഈടാക്കിയെടുക്കാനുള്ള രമയുടെ തത്രപ്പാടാണ്. രമയെ കോടതി കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇതല്ല വഴി എന്ന് അസന്നിഗ്ധമായിട്ട് രമയോടും പോലീസിനോടും പറയുന്നു. നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ, ഇതൊരു പെയിൻഫുൾ ഫാക്റ്റാണ് കേട്ടോ. നമ്മൾ സിവിൽ കോടതിയിൽ ഒരു കേസ് തീർത്ത് എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാകുന്നത് വർഷങ്ങളോളം കടന്നു പോകും. ഇതാണ് രമയുടെ പ്രശ്നം. രമ പറയുന്നത്, ഭർത്താവ് വാങ്ങിയ കാശിന് ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട് എന്ന് വയ്ക്കുക. ആ ഉണ്ടെന്നും ഭാര്യയിൽ നിന്നത് ഈടാക്കണമെന്നും കോടതിയിൽ നിന്നൊരു വിധി കിട്ടാനായിട്ട് രമ എത്ര കാലം കാത്തിരിക്കണം? അറിഞ്ഞുകൂടാ. അപ്പം രമയ്ക്ക് എന്താ വഴി? ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുക. രമ ഭാഗ്യത്തിന് ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുമാണ്. ഷെഡ്യൂൾ കാസ്റ്റ് വെച്ചിട്ട് ആകെ ഇതാണ്, കണ്ട പുലക്കളികൾ വന്നോളും കാശ് മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുക. ഇതാണ് രമ ചെയ്തത്. ചെയ്തുകൂടാത്ത കാര്യമാണ് രമ ചെയ്തത്. ഒരുപക്ഷെ രമയുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാകാം, മറ്റ് മാർഗങ്ങളില്ല, ദാരിദ്ര്യമാണ്, 6 ലക്ഷം രൂപ കിട്ടാനും ഉണ്ട്, വീടും പറമ്പും ജപ്തിയിലാണ്, എന്തു ചെയ്യും? പക്ഷേ ശോഭനകുമാരി എന്തു ചെയ്യും? അതുകൊണ്ട് ഒരു രീതിയിലും ഈ ആയുധം രമ ശോഭനകുമാരിക്കെതിരെ ഉപയോഗിക്കരുതായിരുന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെ പറഞ്ഞ് ശോഭനകുമാരിയുടെ പേരിലുള്ള കേസ് റദ്ദാക്കി വിധി എഴുതിയതാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ
കഴിഞ്ഞ ഫെബ്രുവരി 13. ഞാനിത് പറയാൻ കാര്യം ഇതിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ രമയോ ശോഭനകുമാരിയോ അവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല. ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ളത് ഈ വിഭാഗത്തിന് ഒരു സംരക്ഷണത്തിനായിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ എടുത്ത് തടയാനുണ്ടാക്കിയ നിയമം, ആ തടയാൻ കൊടുത്ത ആയുധം അത് ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കരുത്. അതൊരു തടയായിട്ട് പരിചയമായിട്ട് വേണം ഉപയോഗിക്കാൻ. പരിചയമായിട്ട് ഉപയോഗിക്കാൻ തന്ന സാധനം നിങ്ങൾ വാളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് നിയമവിരുദ്ധമാകും. അങ്ങനെ ചെയ്യരുത്. പക്ഷേ ഇങ്ങനൊരു കള്ളപ്പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ രമയുടെ പേരിൽ നടപടിയൊന്നും ഉണ്ടാവില്ല. അവർ പരാതി കൊടുത്തു, പരാതിയിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞു, കേസ് കഴിഞ്ഞു. ബട്ട് ശോഭനകുമാരി അനുഭവിച്ച ദുരിതം ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. പുതിയ പൊളിച്ചെഴുത്തുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.